ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണേ. ഏത് ജ്യൂസാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ചിക്കു അഥവാ സപ്പോട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് സപ്പോട്ട, ചിക്കു അങ്ങനെയൊക്കെ തന്നെയാണോ പറയുന്നത്? വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 സപ്പോട്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സപ്പോട്ടയ്ക്ക നമ്മൾക്ക് തൊലിയെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പുറംതൊലിയും കുരുവും ഒക്കെ നമുക്ക് നീക്കം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കത്തി എടുത്തിട്ട് ഞാനിതിൻ്റെ തോലെല്ലാം ഒന്ന് നീക്കം ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണേ. അപ്പോൾ ഈ സപ്പോട്ട ഇപ്പോൾ നമ്മുടെ നാട്ടിലുമൊക്കെ ധാരാളമായിട്ട് മിക്ക വീടുകളിലും തന്നെ കായ്ക്കുന്ന ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ വളർന്ന് കായ് തരുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും ബോംബെ, ബീഹാർ, തമിഴ്നാട് മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വളരെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒന്നാണ്. പിന്നെ സപ്പോട്ടയ്ക്ക് ഇതിൻ്റെ ആ ഉള്ളിലുള്ള കുരുവും പിന്നെ ഇതിൻ്റെ ആ ഉള്ളിലൊരു വെള്ള കളറിലൊരു ഇതുണ്ട്, അതും കൂടി നമ്മളെടുത്ത് മാറ്റേണ്ടതുണ്ട്. ഈ വെള്ള കളറിലുള്ള ആ നടുക്കത്തെ ഒരു കാമ്പ് പോലെ ഇരിക്കുന്നത് കളയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കറ നമ്മുടെ ചുണ്ടയിലൊക്കെ ഒരുമാതിരി ഒട്ടിപ്പിടിക്കുന്ന പോലെ ഇരിക്കും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ള എടുത്ത് നീക്കം ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്തെ ആ ഒരു സപ്പോട്ടയുടെ പൾപ്പ് മാത്രമാണ് നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. തൊലിയും കുരുവും അതിൻ്റെ ഉള്ളിലത്തെ ആ വെള്ള കാമ്പും ഒക്കെ നമ്മൾ നീക്കം ചെയ്ത് എടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് തന്നെ വലുതായിട്ട് കറയൊന്നും ചുവയ്ക്കത്തില്ല. ഇത് കുറച്ച് പഴുക്കാത്ത കായാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത കറ ചുവയ്ക്കും. അതുകൊണ്ട് എപ്പോഴും സപ്പോർട്ട് തന്നെ നന്നായിട്ട് പഴുത്തത് മാത്രമേ എടുക്കാവുള്ളൂ. ഇതിലേക്ക് നമ്മളൊരു 2.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇടണ്ട. ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇല്ലാതെ ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരല്പം തേൻ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ലേശം വാനില എസൻസാണ്. കൂടുതലാകണ്ട, ഒരു 1-2 ഡ്രോപ്സ് മാത്രം ഒഴിച്ചാൽ മതി, ചെറിയ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ അല്പം നമ്മൾ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ, ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1 ഗ്ലാസ് പാലാണ്. പിന്നെ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് വരണം. ഒന്ന് അരച്ചെടുത്ത് നല്ലൊരു ജ്യൂസാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഈ പാലൊഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച പാലെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കേട്ടോ. സപ്പോട്ടയ്ക്ക കൈ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നുണ്ടല്ലോ, ഈ സപ്പോട്ട മരമൊക്കെ എല്ലാ മാസങ്ങളിലും കായ്ക്കുന്നതാണെങ്കിലും ജനുവരി, ഫെബ്രുവരി, പിന്നെ മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് കേട്ടോ കൂടുതലായിട്ടും കായ്കൾ ഉണ്ടാകുന്നതും ഫലം തരുന്നതും ഒക്കെ. അപ്പം നമ്മളിതാ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് നമ്മളതിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു സ്വീറ്റുള്ള നല്ല മധുരമുള്ള ഒരു പഴമാണ് സപ്പോട്ടയ്ക്ക. നല്ല തേൻ പോലെ മധുരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഞ്ചസാര കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. മുതിർന്നവർക്കൊക്കെ കുടിക്കാനായിട്ട് പഞ്ചസാര ഇല്ലാതെ തന്നെ നമുക്ക് ചിക്കു ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ്. പിന്നെ നിർബന്ധമാണെങ്കിൽ ലേശം തേൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തേനൊക്കെ ഒരുപാട് ഗുണഗണങ്ങളുള്ളതാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ ഒരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.